തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം ബിജെപിക്ക്. പി.എൽ. ബാബുവാണ് നഗരസഭാ ചെയർമാൻ. 53 അംഗ നഗരസഭയിൽ 21 വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചു. എൽ.ഡി.എഫിന് 18 അംഗങ്ങളുടെ പിന്തുണയാണ് ലഭിച്ചത്. എൽ.ഡി.എഫിന്റെ 2 വോട്ടുകൾ അസാധുവായി. പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം ബിജെപിക്ക്. പി.എൽ. ബാബുവാണ് നഗരസഭാ ചെയർമാൻ. 53 അംഗ നഗരസഭയിൽ 21 വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, വിശദാംശങ്ങൾ. ഭവ്യ, 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. 2ാം ഘട്ടത്തിലാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പി.എൽ. ബാബുവിനെ നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെയാണ് 21 വോട്ടുകളാണ് ബാബുവിന് ലഭിച്ചത്. എൽ.ഡി.എഫ് 18 വോട്ടുകളാണ്. കാരണം എൽ.ഡി.എഫിന് 20 വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 വോട്ടുകൾ അസാധുവാകുന്ന സാഹചര്യമുണ്ടായി. 2 കൗൺസിലർമാർ ഒപ്പിടാൻ മറന്നുപോയതാണ്. അങ്ങനെയാണ് 2 വോട്ടുകൾ അസാധുവാകുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും 40 വർഷം എൽ.ഡി.എഫും 5 വർഷം യു.ഡി.എഫും ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ബി.ജെ.പി പിടിച്ചെടുക്കുന്നത്. മാത്രമല്ല, ഈ തൊട്ടു പിന്നാലെ തന്നെ എൽ.ഡി.എഫ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ടേമും എൽ.ഡി.എഫിൻ്റെതായിരുന്നു. 20 വോട്ടുകൾക്കാണ് എൽ.ഡി.എഫ് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നത്. അതേസമയം 21 വോട്ടാണ്. ഓരോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി നഗരസഭ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഫൈനൽ വോട്ടെടുപ്പിൽ 18-21 എന്നുള്ള നിലയിലാണ് വോട്ട് നില. എങ്ങനെയാണ് 2ാം ഘട്ടത്തിൽ യു.ഡി.എഫ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യവുമുണ്ടായി. മാത്രമല്ല, ബി.ജെ.പി ഭരണം പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ ധാരണയുണ്ടാക്കുന്നില്ല എന്നുള്ള തീരുമാനം കൂടി അന്തിമമായതോടെ, അന്തിമ തീരുമാനം വന്നതോടുകൂടിയാണ് ബി.ജെ.പിക്ക് തന്നെയാണ് തൃപ്പൂണിത്തുറ നഗരസഭ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നത്. കാരണം കേവല ഭൂരിപക്ഷം ആർക്കും ഉണ്ടായിരുന്നില്ല. 53 ആണ് അവിടുത്തെ ടോട്ടൽ സീറ്റിൻ്റെ എണ്ണം. കേവല ഭൂരിപക്ഷം ആർക്കും ഉണ്ടായിരുന്നില്ല. 21 സീറ്റായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അഡ്വക്കേറ്റ് പി.എൽ. ബാബുവാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായി അധികാരമേറ്റത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വൈസ് ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതേയുള്ളൂ. 2:30 ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടില്ല. അതേസമയം ചെയർമാനായി അഡ്വക്കേറ്റ് പി.എൽ. ബാബു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. 21 വോട്ടുകളാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. 18 വോട്ടുകളുമായി എൽ.ഡി.എഫ് തൊട്ട് പിന്നാലെയുണ്ട്. അതുപോലെ തന്നെ 2 വോട്ടുകൾ എൽ.ഡി.എഫിൻ്റെത് അസാധുവാകുന്ന സാഹചര്യമുണ്ടായി. യു.ഡി.എഫ് 2ാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ആരും വന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്തിയത്. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. 12 വോട്ടുകളാണ് യു.ഡി.എഫിന് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ബി.ജെ.പി തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചെടുത്തിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ബി.ജെ.പി ഒരു നഗരസഭയിൽ അധികാരമേൽക്കുന്നത്. അത് അഡ്വക്കേറ്റ് പി.എൽ. ബാബുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും നഗരസഭയുടെ തുടർഭരണം ഉണ്ടാവുക. ഭവ്യ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.